തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ, ആരാധനയെ യേശുവേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സങ്കീർത്തനം 81:21. എൻ്റെ കൈ എന്നും അവനോടൊത്തുണ്ടായിരിക്കും, എൻ്റെ ഭുജം അവന് ശക്തി നൽകും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സെഹിയോൻ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദൈവവചന ശുശ്രൂഷയിലേക്ക് സേവർക്കാൻ വട്ടാരച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. 89 സങ്കീർത്തനം 21 തില്ലുകിതം വചനം പഠിപ്പിക്കുകയാണ്, എൻ്റെ കൈ എന്നും അവനോടൊത്തുണ്ടായിരിക്കും, എൻ്റെ ഭുജം അവന് ശക്തി നൽകും. ഉറക്കെ പറയാം, ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് കർത്താവിൻ്റെ കരം ഒരു ദൈവ പൈതലിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം പറ്റുന്ന അരുവി പോലെയല്ല, മറിച്ച് എൻ്റെ കരം, എൻ്റെ കൈ എന്നും അവനോടൊത്തുണ്ടായിരിക്കും. ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord. ദൈവത്തിൻ്റെ കരം പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവ് യുഗാന്തം വരെ എന്നും നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും. ഉറക്കെ പറയാം, ഹല്ലേലൂയ. Hallelujah. വീണ്ടും അതിനെ പഠിപ്പിക്കുകയാണ്, എൻ്റെ ഭുജം അവന് ശക്തി നൽകും എന്ന് പറഞ്ഞാൽ, ഒരു നടക്കാൻ പിടിച്ചു വെച്ച് നടക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമ്മുടെ കൈ നീട്ടിക്കൊടുക്കുമ്പോൾ ആ കുട്ടി ആ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ആ കുട്ടിയുടെ കൈക്ക് ശക്തി കൂടുകയാണ്, അവൻ്റെ കാലുകൾക്ക് ബലം കൂടുകയാണ് എന്ന് പറയുന്നത് പോലെയാണ് ബലഹീനതകളിൽ, പോരായ്മകളിൽ, ഞെരുക്കങ്ങളിൽ, തകർച്ചകളിൽ, ക്ലേശങ്ങളിൽ കർത്താവിൻ്റെ കരം, കർത്താവിൻ്റെ ഭുജം നമുക്ക് ശക്തി നൽകും എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. ഉറക്കെ പറയാം, ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ കരം വിടാതെ മുറുകെ പിടിക്കുന്ന ഒരു ജീവിത ശൈലി നമുക്ക് ആവശ്യമാണ്. ഞാൻ ഓർക്കാണ്, ഇവിടെ ധ്യാനം കൂടാൻ വന്ന് ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞു. ആ ചേച്ചി കർത്താവിനെ അങ്ങോട്ട് മുറുകെ പിടിച്ച് കർത്താവിൻ്റെ ശക്തി കൊണ്ട് അങ്ങോട്ട് കുടുംബത്തിൽ ഓരോ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കി. നമുക്ക് ആ സാക്ഷി ഒന്ന് കേൾക്കാം. ഒറ്റപ്പാലത്തുനിന്ന് കടമ്പൂർ എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. എന്റെ പേര് സുലോചന. ഒറ്റപ്പാലം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് സുലോചന ചേച്ചി സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ അമ്മച്ചിക്ക് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത്. അമ്മച്ചിയുടെ കാല് മൊട്ടിന്ന് താഴെ അടിഭാഗം വരെ, മോളും അടിഭാഗം എല്ലാ ഭാഗവും ഫുള്ളായിട്ട് പഴുത്ത് അളിഞ്ഞൊലിച്ചിരിക്കുകയായിരുന്നു. ചോരയും ചലവും എല്ലാം കൂടെ ആയിട്ട് ഒരു സ്മെല്ലും അടിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പല ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി, പല ആസ്പത്രികളിൽ കൊണ്ടുപോയി, ഒന്നും കുറയുന്നില്ല. ഈ മരുന്ന് പുരട്ടും തോറും കഴിക്കും തോറും അധികമായി വരികയാണ്. മരുന്ന് കഴിക്കും തോറും രോഗം കൂടി കൂടി വരിക. ശരി, എത്ര നാളായി ഇതൊക്കെ തുടങ്ങിയിട്ട്? എത്ര വർഷമായി ഉണ്ടാവും? മുറി നല്ല തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷം ആവുന്നേ ഉള്ളൂ. ആദ്യം ഇങ്ങനെ കുറച്ച് വേദന കാലിനുണ്ടായിരുന്നു. അപ്പൊ തൈലം പുരട്ടുക, വെള്ളമൊഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ഒന്നും അത്ര പ്രശ്നം തോന്നിയില്ല. പിന്നെയാണ് ഈ കാല് പൊട്ടി അളിഞ്ഞ് വ്രണായി തുടങ്ങിയത്. അത് തുടങ്ങിയിട്ട് അങ്ങനെയായിട്ട് 1 വർഷത്തോളമായിട്ട് ഇങ്ങനെ മണം വന്ന് അങ്ങനെ ഇരിക്കുകയാണ്. അതെ, അങ്ങനെ മുളക് അരച്ച് തേച്ച പോലുള്ള നീറ്റൽ അവർക്ക് നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ മോളും കുറെ അടുത്തിരുന്ന് രാത്രി ഊതി കൊടുക്കും കാലിൽ. ഇങ്ങനെ എൻ്റെ യേശുവേ നോക്കിയ ശരിക്കും വേദന കൊണ്ട് ഇങ്ങനെ നടന്ന സമയത്ത് ഈ അമ്മച്ചിയുടെ മോളും കൊണ്ടിരുന്ന ഈ അമ്മച്ചിയുടെ കാലിൽ ഇങ്ങനെ ഊതി കൊടുക്കും ഒരു ആശ്വാസം വേണ്ടി. അതുപോലെ വേദന, സങ്കടം. കുറെ മുളക് അരച്ചിട്ട് നമ്മൾ വാരി പുരട്ടി എന്താ അതേപോലെ നീറിയിട്ട് വയ്യ, ഭയങ്കര നീറ്റൽ പറഞ്ഞിട്ട് കരയും. അത് അമ്മച്ചി രാത്രി അമ്മച്ചി കിടന്ന് കരയും. മുളക് അരച്ചതുപോലെ നീറ്റലാണ് മോളെ എന്ന് പറഞ്ഞിട്ട് കരയും. അതുപോലെ ബുദ്ധിമുട്ട്. അങ്ങനെ ഞാൻ 2-3 വെള്ളിയാഴ്ച സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മച്ചിയെ ഞാൻ ഒരാഴ്ച ധ്യാനത്തിന് കൊണ്ടുവരാവേ, അപ്പോഴേക്ക് കാലിലെ അസുഖങ്ങളെല്ലാം മാറ്റി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. നേർച്ച നേർന്ന് ദൈവമേ ഞാൻ അമ്മച്ചിയെ ധ്യാനത്തിന് കൊണ്ടുവരാമെന്ന് നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു.
ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ 2 CD ഒരു ബുക്ക് വാങ്ങിച്ചിട്ട് പോയി. രോഗികളുടെ നാഥൻ എന്നുള്ള ഒരു CD ഒരു ബുക്കും വാങ്ങിച്ചു. പട്ടാരച്ചന്റെ നല്ലൊരു ശുശ്രൂഷയാണത്. രോഗികളുടെ നാഥൻ, രോഗികൾക്ക് വേണ്ടി പ്രത്യേക തരത്തിലുള്ള പ്രാർത്ഥന ശുശ്രൂഷ CD ഉണ്ട്. പിന്നെ രോഗികൾക്ക് ആവർത്തിച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി രോഗികളുടെ നാഥൻ എന്നൊരു പ്രാർത്ഥനാ പുസ്തകവും പിന്നെ അഭിഷേകത്തിന് CD അഭിഷേക അഗ്നി ഒരു CD വാങ്ങി. അത് എല്ലാ ദിവസവും രാത്രി വീട്ടിൽ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ അവര് ഉറങ്ങില്ല, എന്നാലും ഒരു 10-11 മണി വരെ അതിട്ട് കാണിക്കും. പിന്നെ ഞായറാഴ്ച ദിവസം എല്ലാ ഞായറാഴ്ചകളിലും 8 തൊട്ട് 9 മണി വരെ അഭിഷേകാഗ്നി പ്രോഗ്രാമും കണ്ട് നന്നായി എല്ലാവരും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അഭിഷേകാഗ്നി പ്രോഗ്രാം നിരന്തരമായി കുടുംബം കണ്ട് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്ന് ഇവിടെ ധ്യാനത്തിന് വരേണ്ട ഡേറ്റ് ആയി. അപ്പോഴേക്ക് കുറച്ച് കുറഞ്ഞു. മരുന്നൊന്നും പുരട്ടിയിട്ടൊന്നും കുറഞ്ഞില്ല. അങ്ങനെ ഞാൻ ധ്യാനത്തിന് വരാനായിട്ടുള്ള ഒരു തീരുമാനം എടുപ്പോൾ തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാലിൽ കണ്ടു തുടങ്ങി. ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു, ധ്യാനത്തിന് ബുക്ക് ചെയ്തിട്ട് അത് ക്യാൻസലായി പോകരുത്. എൻ്റെ അമ്മച്ചി അതിൽ പങ്കെടുപ്പിക്കണം, അതിൽ പങ്കെടുക്കണം, അതിന് കർത്താവ് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് ധ്യാനത്തിന് വരാനാവുമ്പോഴേക്ക് കുറഞ്ഞു വന്ന്. അങ്ങനെ ഞാൻ ധ്യാനത്തിന് ഇവിടെ കൊണ്ടുവന്ന് 2014 ധ്യാനത്തിന് കൊണ്ടുവന്ന് അമ്മച്ചി ഒറ്റയ്ക്ക് ഇവിടെ ധ്യാനത്തിന് ഇരുത്തി. ഇവിടുന്ന് സിസ്റ്റർ കാലിൽ കൈവച്ച് കുറെ പ്രാർത്ഥിച്ച്. ഇവിടെ ധ്യാനത്തിന് വന്നപ്പോ, അതായത് രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സമയത്ത് ഒരു സിസ്റ്റർ ശരിക്കും വെഞ്ചരിച്ച് എണ്ണ കാലിലൊക്കെ പുരട്ടി ശരിക്കും കുറെ സമയം പ്രാർത്ഥിച്ചു അല്ലേ? കുറച്ച് സമയം ശരിക്കും കൈ വെച്ച് അങ്ങ് പ്രാർത്ഥിച്ച്. അങ്ങനെ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ വന്നു. ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴേക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് പിന്നെ രാവിലെ എണീറ്റ് നോക്കിയപ്പോഴേക്ക് കാലില് മുറിവോ പഴുപ്പോ ചോര ഒലിക്കലോ വ്രണം കല ഒന്നുമില്ല, പഴയ രൂപത്തിലായി കാല്. 2 ധ്യാനം കഴിഞ്ഞ് നോക്കാം, 2 ദിവസം കഴിഞ്ഞപ്പോ കാലെണ്ണ വ്രണം കംപ്ലീറ്റ് അങ്ങോട്ട് ഉണങ്ങി. ആ പാട്ടുകൾ പോലും ഇല്ലാതെ നല്ല ആരോഗ്യമുള്ള പഴയ പോലത്തെ കാല് നിലയിൽ കർത്താവ് അനുഗ്രഹിച്ച്. ഡോക്ടർമാര് പറഞ്ഞു ഇത് മാറില്ല, നിങ്ങളുടെ അമ്മയുടെ കാല് ഷുഗർ കുറച്ചുണ്ട്, BP കുറച്ചുണ്ട്, അതുകൊണ്ട് മുറിക്കേണ്ടി വരും, മുറിക്കാതെ ഒരു രക്ഷയില്ല, ഇങ്ങനെ ഒന്നിച്ച് പഴുത്തിരിക്കുകയല്ലേ, ഇപ്പൊ കാലിന്റെ മുട്ടിന് താഴെ വെച്ച് മുറിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് നന്നായി പേടിയായി. ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ അമ്മച്ചിയെ നോക്കാൻ. അമ്മച്ചിയുടെ ഒരു കാലില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും? പണിയെടുക്കണം, വീട്ടിലെ പണി വേണം, അമ്മച്ചിയുടെ കാര്യം നോക്കണം. അപ്പൊ ഞാൻ നന്നായി കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇപ്പൊ ഏത് കാലിലാണ് അങ്ങനെ ഒരു അസുഖം വന്നതെന്ന് അത്രയും മാറ്റങ്ങൾ സംഭവിച്ചു. സഹോദരങ്ങളെ, ആ പ്രാർത്ഥന ധ്യാനത്തിലെ സിസ്റ്റർമാരൊക്കെ പ്രാർത്ഥിച്ച് ചെന്ന് അത്ഭുതകരമായി കർത്താവ് അങ്ങോട്ട് കേട്ടോ. വെഞ്ചരിച്ച് എണ്ണ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അല്ലേ ശരിക്കും സിസ്റ്റർമാരെന്ന്. പ്രൈസ് ദി ലോർഡ്. അത്ഭുതകരമായി കർത്താവ് തൊട്ട് അനുഗ്രഹിച്ച് കർത്താവ്. ഏത് കാലിലെ രോഗം അറിയാൻ പാടില്ല, ഡോക്ടർ കാലം മുറിക്കണമെന്ന് പറഞ്ഞിരുന്നതാണ്. അത്ഭുതം ചെയ്ത കർത്താവിനെ കൈയടിച്ച് പാട്ട് പാടി ആരാധിക്കട്ടെ. വലിയ സന്തോഷത്തോടെ പാടി Praise the Lord. Praise the Lord. Hallelujah. Hallelujah. കർത്താവിന്റെ കരം എന്നും അവനടുത്തുണ്ടായിരിക്കും. കർത്താവിന്റെ ഭുജം അവന് ശക്തി നൽകും. കർത്താവിനെ ആശ്രയിക്കുന്നവൻ കർത്താവ് കരം നീട്ടി അനുഗ്രഹിക്കും. ആർക്കാ പറയാ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ രോഗികളും പലതരത്തിലുള്ള മനസ്സിൽ പ്രക്ഷുബ്ധമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരും ആരോരും സഹായിക്കാനില്ലാത്തവരും കർത്താവിൻ്റെ കരം പിടിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. നമുക്കെപ്പോൾ എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് ഇപ്പോൾ മനസ്സിൻ്റെ അവസ്ഥകൾ എന്ത് തന്നെയാകട്ടെ, പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരിക്കും. ചിലപ്പോൾ മുമ്പോട്ട് നീങ്ങാൻ ഒരടി പോലും വെക്കാൻ പറ്റാത്തതും ജീവിതം ഇടിച്ചു നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട ദൈവ പൈതലേ, നീ എൻ്റെ അവസ്ഥ ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും കർത്താവിൻ്റെ കരം അതിനകത്ത് ഇടപെടാൻ സാധിക്കുന്ന ഒന്നാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഓ കർത്താവായ ദൈവമേ, കണ്ണീരിൽ കുതിർന്ന ഓരോ ജീവിതങ്ങളെ ഇപ്പോൾ അവിടുന്ന് കാണണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സർവ്വാധ രോഗികളെ ആശുപത്രി കിടക്കുന്നവര്, കർത്താവായ ദൈവം ആരോരും സഹായിക്കാൻ ഇല്ലാത്തവര്, കർത്താവായ ദൈവം പരസഹായം എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവര്, ദൈവം മരുന്ന് കഴിച്ച് മടുത്തവര്, ഓരോ രോഗികളുടെ മേലെ ഇപ്പോൾ കർത്താവിന്റെ കരം വ്യാപരിക്കട്ടെ. ഓ കർത്താവായ ദൈവമേ,
വിവാഹ തടസ്സം, ജോലി തടസ്സം, മക്കളില്ലാത്തതിന്റെ വേദന, വീടില്ലാത്തതിന്റെ നൊമ്പരം, PR ലഭിക്കാത്തതിന്റെ സങ്കടം, കർത്താവായ ദൈവമേ സരസംബന്ധമായ കെടുതികൾ, ഓ ദൈവമേ ഓരോ മേഖലയിലും ഉള്ള അന്ധകാര പുഴകളും തടസ്സങ്ങളും അവസാനിപ്പിക്കാൻ അവിടുത്തെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവായ ദൈവമേ, പ്രാർത്ഥന ജീവിതം മരവിച്ച് വചനം പഠിക്കാൻ പറ്റുന്നില്ല, കൊന്നെല്ലാം പറ്റുന്നില്ല, കുർബാനയിൽ ഏകാഗ്രത കിട്ടുന്നില്ല, അനുതാപതരം ഉപസാരിക്കാൻ സാധിക്കുന്നില്ല, അതുപോലെ പ്രാർത്ഥന ചെയ്ത് പറഞ്ഞെടുക്കുന്ന ഹൃദയങ്ങളെ ഇപ്പോൾ അവിടുന്ന് കരുനീട്ടി ആശീർവദിക്കണം. ഹല 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 യേശു ആരാധന. കർത്താവായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ ശക്തി ഇപ്പോൾ ആവസിക്കട്ടെ. സാത്താൻ ഇടിമിന്നൽ പോലെ നിബന്ധിക്കട്ടെ. ആരാധന ആരാധന. യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ കരത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ആരാധന ആരാധന. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം ഇടത്തും വലത്തും നിൽക്കുന്നവർക്ക് സ്തുതി ചെല്ലാം. നമുക്ക് ശാന്തമായി സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഭയവും വിറയലും ആവശ്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഭയവും വിറയലും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ചിലപ്പോൾ നമ്മുടെ ആദ്യകാല കുടുംബങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അത് ചിലപ്പോൾ ചില കുട്ടികൾ പറയും, അപ്പനെ കണ്ട അപ്പോൾ വിറയ്ക്കാൻ തുടങ്ങും, ഒരു വിറയൽ ശരീരത്തെ ബാധിക്കും എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദൈവഭയത്തിൽ നിന്ന് ഉരുവാകുന്ന ഒരു ബഹുമാനവും ആദരവും നമ്മുടെ ജീവിതത്തിന് വളരെ ആവശ്യമാണ്. ഈ ഒരു വിറയലൊക്കെ ഉണ്ടാവണമെങ്കിൽ, ഈ ഒരു ആദരവും ഒരു കീഴ്വഴക്കവും ഒരു വിധേയത്വം ഒരു എളിമയൊക്കെ ഉണ്ടാകണമെങ്കിൽ ദൈവഭയം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭയവും വിറയലും കുറച്ച് നമുക്ക് ആവശ്യമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ അതിൻ്റെ 18-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുലിഖിതം, അവിടെ ഒരു ന്യായാധിപനെ കുറിച്ച് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു വിധവയായ സ്ത്രീ ഒരുപാട് തവണ പുറകെ നടന്നിട്ടും അവളുടെ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ മനസ്സാകാതിരുന്ന ഒരു ന്യായാധിപൻ. ആ ന്യായാധിപനെ കുറിച്ച് അവസാനത്തിലൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ന്യായാധിപനെ കുറിച്ച് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഒരു വിശേഷമാണ് 18-2. അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ന്യായാധിപന് കൊടുത്തിരിക്കുന്ന വിശേഷണം നോക്കുക സഹോദരങ്ങളെ. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെയോ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ. പറക പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അദ്ദേഹം തുറന്ന് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കാര്യം വന്നത്, മനുഷ്യരെ മാനിക്കലും ദൈവഭയവും തമ്മിൽ, അഥവാ ദൈവഭയവും മനുഷ്യനെ ബഹുമാനിക്കുന്നതും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവഭയമുള്ള വ്യക്തിയിലാണ് ഒരു മനുഷ്യനോടൊരു വിധേയത്വോ എളിമയോ ആദരവോ ഒക്കെ കർത്താവ് നൽകി അനുഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി കോരിന്തോസ് ലേഖനത്തിൽ 2 കോരിന്തോസ് 7-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ തിരുലിഖിതത്തിൽ മറ്റൊരു വചനം വെളിപ്പെടുത്തുന്നുണ്ട്. പൗലോസ് ലേഖ കോരിന്തോസിലെ സഭയിലേക്ക് തീത്തോസിനെ അയച്ചു കഴിഞ്ഞപ്പോൾ ആ തീത്തോസ് എന്ന് പറയുന്ന സഹോദരനെ, ദൈവരാജ്യ വേലക്കാരനെ, ആ ശിഷ്യനെ ആ സഭ എങ്ങനെ സ്വീകരിച്ചു എന്നതിനെ കുറിച്ച് പൗലോസ് ലേഖ അവരെ അഭിനന്ദിച്ചുകൊണ്ട് പറയുന്ന ഒരു സെന്റൻസ് ആണിത്. ആ സെന്റൻസ് 7-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്: നിങ്ങളെല്ലാവരുടെയും അനുസരണത്തെക്കുറിച്ചും ഭയത്തോടും വിറയലോടും കൂടി നിങ്ങൾ അവനെ സ്വീകരിച്ചതിനെ കുറിച്ചും ഓർക്കുമ്പോൾ ഞാൻ വികാര തരളിതനാകുന്നു. പൗലോസ് പറയാണ്,
തീത്തോസിനെ നിങ്ങൾ സ്വീകരിച്ചത് എങ്ങനെയാണെന്ന് പറയാണ്. ഭയത്തോടും വിറയലോടും കൂടെ തീത്തോസിനെ നിങ്ങൾ സ്വീകരിച്ചത് ഓർക്കുമ്പോൾ മാത്രമല്ല, നിങ്ങളുടെ അനുസരണം, നിങ്ങളുടെ വിധേയത്വം, ഇതൊക്കെ എന്നെ വികാര തരളിതനാക്കി മാറ്റുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവ പൈതലേ, നീ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നിനക്ക് ദൈവഭയവും മനുഷ്യരോടൊരു ബഹുമാനവും ആദരവും ഉണ്ടായിരിക്കണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന സംഗതിയാണ്. ഒരു ഭയത്തോടും വിറയലോടും കൂടി വേണം നീ ഈ മേഖലകളിലൊക്കെ വ്യാപരിക്കാൻ. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ സങ്കീർത്തന പുസ്തകത്തിൽ 2-ാമത്തെ സങ്കീർത്തനത്തിൽ അതിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഈ കാര്യത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജാക്കന്മാരെ വിവേകമുള്ളവരായിരിക്കുവിൻ, ഭൂമിയുടെ അധിപന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, ഭയത്തോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവിൻ, വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ, അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കുകയും ചെയ്യും. ഈ ആരാണ് കർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട കർത്താവ് പറഞ്ഞു, എൻ്റെ ഈ സഹോദരൻ ആർക്കെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യണത്. പറയാം ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ള സഹോദരങ്ങൾക്ക് എന്തെങ്കിലും നന്മ, ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുക്കുന്ന നന്മ ചെയ്യുമ്പോൾ കർത്താവ് പറയാണ്, അവൻ എന്നെയാണ് ശുശ്രൂഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭൂമിയിലുള്ള ഈ കോടാനുകോടി ജനങ്ങൾ മുഴുവൻ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരാണ്, കർത്താവിൻ്റെ ശുശ്രൂഷകരാണ്. അങ്ങനെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകരെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, അവൻ എങ്ങനെ ശുശ്രൂഷ ചെയ്യണം? ഭയത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ, വചനം പഠിപ്പിക്കുക, വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ, ഇല്ലെങ്കിൽ വഴിയിൽ വെച്ച് നിങ്ങൾ നശിച്ചു പോകാൻ ഇടവരും എന്ന് പറയില്ല. അതിൻ്റെ അർത്ഥം എൻ്റെ സഹോദരങ്ങളെ, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളും ദൈവത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളും ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള നന്മയും ചെയ്യുമ്പോൾ നിനക്കൊരു ഭയവും നിനക്കൊരു വിറയലും ആവശ്യമാണ്. ഈ ഭയം വിറയൽ എന്ന് നീ അവസാനിപ്പിക്കുന്നോ, അതെന്നും നിന്റെ ജീവിതം ഇല്ലാതാകുന്നോ, അന്ന് മുതൽ നിനക്കൊരു നാശത്തിൻ്റെ കെണി പതിയിരിക്കുന്നുണ്ടെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. പഴയ നിയമത്തിലെ സംഭവം വായിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ച് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത് നമ്മൾ വായിക്കുന്നത് സാമുവേൽ പ്രവചനത്തിലാണ്. 2 സാമുവേൽ 6-ാമത്തെ അധ്യായത്തിന്റെ 6ഉം 7ഉം തിരുവചനങ്ങൾ. അവിടെ കാണുന്ന സംഭവം എങ്ങനെയാണ്? വാഗ്ദാന പേടകം ദാവീദ് ഒരു സ്ഥലത്തുനിന്ന് തിരിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ വാഗ്ദാന പേടകം തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഒരു കാളവണ്ടിയിലാണ് ഈ വാഗ്ദാന പേടകം ഇരുത്തി കൊണ്ടുവരുന്നത്. അപ്പോൾ സംഭവിച്ച കാര്യം ഞാനിപ്പോൾ വായിച്ചു കേൾപ്പിക്കാം. അവർ ഞാക്കോന്റെ മെതിക്കളത്തിൽ എത്തിയപ്പോൾ കാള വിരണ്ടത് കൊണ്ട് ഉസ്സാ കൈ നീട്ടി ദൈവത്തിന്റെ പേടകത്തെ പിടിച്ചു. കർത്താവിന്റെ കോപം ഉസായിക്കെതിരെ ജ്വലിച്ചു. അനാദരവായി പേടകത്തിന് നേരെ കൈ നീട്ടിയത് കൊണ്ട് അവൻ അവിടെ മരിച്ചു വീഴാൻ ഇടയായി എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. എന്താണ് സംഭവം പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഒരു മെതിക്കളത്തിന് സമയം എത്തിക്കഴിഞ്ഞപ്പോൾ കാള പെട്ടെന്ന് വരണ്ട് കഴിഞ്ഞപ്പോൾ ഉസായ് എന്ന് പറയുന്ന വ്യക്തി പെട്ടെന്ന് വാഗ്ദാന പേടകത്തെ കയറി പിടിച്ചു. അവിടെ കൊടുത്തിരിക്കുന്ന വിശേഷം എങ്ങനെയാണ്? അവൻ അനാദരവോടെ പെരുമാറി. ആദരവില്ലാതെ, ഭയമില്ലാതെ, ബഹുമാനമില്ലാതെ, വിറയലില്ലാതെ അവൻ പെരുമാറി കഴിഞ്ഞപ്പോൾ അവൻ വഴിയിൽ വെച്ച് നശിച്ചു പോകാൻ ഇടവന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതാണ് സങ്കീർത്തനം പറഞ്ഞിട്ടിരിക്കുന്നത്. നിങ്ങൾ ഭയത്തോടും വിറയലോടും കൂടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്നില്ലെങ്കിൽ വഴിയിൽ വെച്ച് നശിക്കാൻ ഒരു സാധ്യതയുണ്ടെന്ന് പഴയ നിയമത്തിൽ കിടക്കുന്ന ഒരു വചനഭാഗത്തിന് സൂചനയുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ വാഗ്ദാന പേടകമെന്ന് പറയുന്നത് ഒരു പെട്ടിയായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംവിധാനമായിരുന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇന്ന് വാഗ്ദാന പേടകം നിന്റെ ചങ്കിന്റെ ഉള്ളിലാണ്, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലാണ് വാഗ്ദാന പേടകം. അവിടെയാണ് കർത്താവ് വസിക്കുന്നത്. കർത്താവ് വസിക്കുന്ന സ്ഥലമാണ് വാഗ്ദാന പേടകം ഇരിക്കുന്ന സ്ഥലം. നിന്റെ ജീവിത പങ്കാളിയുടെ ഹൃദയം വാഗ്ദാന പേടകമാണ്. നിന്റെ മാതാപിതാക്കന്മാരുടെ ഹൃദയം വാഗ്ദാന പേടകമാണ്. നിന്റെ മക്കളുടെ ഹൃദയം വാഗ്ദാന പേടകമാണ്. നിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരുടെ ഹൃദയം വാഗ്ദാന പേടകമാണ്. നിന്റെ കൂടെ ശുശ്രൂഷ സഹ ശുശ്രൂഷകരുടെ ഹൃദയം വാഗ്ദാന പേടകമാണ്. ഈ വാഗ്ദാന പേടകത്തിൽ നീ ശുശ്രൂഷ ചെയ്യുമ്പോൾ നിനക്ക് എത്രമാത്രം ഭയവും നിനക്ക് എത്രമാത്രം ആദരവുണ്ട്. ഭയത്തോടും വിറയലോടും കൂടിയാണോ നീ ശുശ്രൂഷ ചെയ്യണത്? കർത്താവ് കുട്ടികൊള്ളുന്ന ദേവാലയത്തിന് മുമ്പിലുള്ള നമ്മുടെ ഭയവും വിറയലും എങ്ങനെ നമ്മൾ ചിന്തിക്കണം? ഒരു തിരുനാൾ നടക്കുമ്പോൾ, ഒരു പെരുന്നാൾ നടക്കുമ്പോൾ കല്ലും കുടിച്ച് കൂത്താടി പള്ളി പരിസരത്ത് തമാശ പറഞ്ഞ് നടക്കുമ്പോൾ ഇത് ദൈവഭയത്തിന്റെ വിറയലിന്റെ സൂചനയാണത്.
നിനക്ക് ജന്മം നൽകുന്ന നിന്റെ മാതാപിതാക്കന്മാര് ദൈവത്തിന്റെ വാസ കൂടാരങ്ങളാണ് അവര്. ആ മാതാപിതാക്കന്മാര് ഒരു തിരുത്തൽ തരുമ്പോൾ അപ്പന്റെ കാര്യം നോക്ക്, അമ്മയമ്മയുടെ കാര്യം നോക്ക്, എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറഞ്ഞ് തട്ടിക്കയറുമ്പോൾ നീ ആദരവോടും ഭയത്തോടും വിറയലോടും കൂടിയാണ് വ്യാപരിക്കുന്നത് ഈ സർക്കാരിന്റെ മുമ്പിൽ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ദൈവ പൈതലേ, 2 തരത്തിലുള്ള അർത്ഥമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ ദേവാലയത്തിന്റെ പരിസരത്തുള്ള നമ്മുടെ പെരുമാറ്റത്തെ കുറിച്ച് നമ്മൾ നന്നായിട്ട് ചിന്തിക്കണം. ഉള്ള മൊബൈൽ ഫോണുകളും എല്ലാ തരം റിംഗിംഗ് ടോണുകളും ടെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമല്ലത്. തമാശ എന്ന് പറയുന്ന സ്ഥലമല്ലത്. അതുപോലെ തന്നെ എൻ്റെ മറുവശം, നിനക്ക് മനുഷ്യരോട്, നിന്റെ ജീവിത പങ്കാളിയോട്, നിന്റെ മാതാപിതാക്കന്മാരോട്, നിന്റെ കൂട്ടത്തിലുള്ളവരോട് എത്രമാത്രം ഭയവും ആദരവുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മനുഷ്യരോടുള്ള ബന്ധത്തിൽ ഒരു ആദരവില്ല, ഒരു കീഴ്വഴക്കമില്ല, ഒരു ബഹുമാനമില്ല, ഒരു വിധേയത്വമില്ല, ഒരു എളിമയില്ലാതൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം അറിയോ? ആ വ്യക്തിയുള്ള ദൈവഭയം കുറഞ്ഞു എന്നുള്ളതാണ് കാരണം. അതെവിടെയാണ് വായിക്കേണ്ടത്? അത് നമ്മൾ വായിക്കുന്നത് കൊളോസസ് ലേഖനത്തിലാണ്. കൊളോസസ് ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 22-ാം തിരുലിഖിതം വചനം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ദാസന്മാരെ, നിങ്ങളുടെ ലൗകിക യജമാനന്മാരെ എല്ലാ കാര്യങ്ങളിലും അനുസരിക്കുവിൻ. ഇത് മനുഷ്യപ്രീതിക്ക് വേണ്ടി മറ്റുള്ളവരെ കാണിക്കാനായി ചെയ്യുന്നതാകരുത്, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ആത്മാർത്ഥമായി ചെയ്യുന്നതാകണം. നിനക്കൊരു അധികാരി ഉണ്ടെന്നിരിക്കട്ടെ, ആ അധികാരി അനുസരിക്കുന്നതിനെ കുറിച്ച് പറയാണ്. നേരത്തെ പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ അനുസരണത്തെക്കുറിച്ച്, നിങ്ങൾ ഭയത്തോടും വിറയലോടും സ്വീകരിച്ചതിനെ കുറിച്ച് ഞാൻ വികാര തള്ളിതനാകുന്നു. അതേപോലെ പൗലോസ് മറ്റൊരു ഭാഗത്ത് പറഞ്ഞിട്ടിരിക്കുകയാണ്, നീ എന്തിൻ്റെ ഒരു അധികാരികളുടെ മുമ്പിൽ നീ വിധേയപ്പെട്ട് നിൽക്കുമ്പോൾ അത് മനുഷ്യപ്രീതിക്ക് വേണ്ടി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആകരുത്. പിന്നെയോ കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ആത്മാർത്ഥതയോടെ അനുസരിക്കുന്നതാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദൈവഭയം കുറയുമ്പോൾ മനുഷ്യനുള്ള ആദരവ് കുറയും. നിന്റെ ഉള്ളിൽ ദൈവഭയം കുറയുമ്പോൾ നിനക്ക് ബഹുമാനം കുറയും. നിന്റെ ഉള്ളിൽ ദൈവഭയം കുറയുമ്പോൾ നിനക്ക് വിധേയത്വം കുറയും. നിന്റെ ഉള്ളിൽ ദൈവഭയം കുറയുമ്പോൾ നിനക്ക് എളിമ കുറയും. അതാ ഞാൻ പറഞ്ഞത്, ഭയവും വിറയലും നിന്റെ ജീവിതത്തിന് ആവശ്യമാണ്. അതിനെക്കുറിച്ച് ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി എഫേസസ് ലേഖനത്തെ വചനം പഠിക്കുന്നത് നല്ലതാണ്. എഫേസസ് ലേഖനം 6-ാമത്തെ അധ്യായത്തിന് 5-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ യജമാനന്മാരെ ക്രിസ്തുവിന് എന്നതുപോലെ ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടി അനുസരിക്കണം. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഈ വാക്കുകളാണ് ഭയം, ബഹുമാനം, ആത്മാർത്ഥത, ആദരവ്. ഇതെല്ലാം ദൈവഭയത്തിൽ നിന്ന് വരുന്നൊരു സംഗതിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ തലമുറയിൽ വട്ടാലിച്ചൻ്റെ ഒരു DVD ഉണ്ട്. അതിൻ്റെ പേരെങ്ങനെയാണ്? നെറുകേടരുത്. ഇന്നത്തെ തലമുറയിൽ ഒരു നെറുകേട് ഉണ്ടാകുന്നതിന് കാരണം എന്നറിയോ? മക്കൾക്ക് ദൈവഭയം കുറഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവഭയതല്ലേ, ഒരു കാര്യം സത്യമാണ്, ഭയം നല്ലതല്ല. അത് ഏത് കാര്യത്തിലാ? അത് മറ്റു പല വിഷയങ്ങളിലുമാണ്. എന്നാൽ നിനക്ക് ദൈവത്തിൻ്റെ മുൻപിൽ ഒരു ദൈവഭയം വേണം. അപ്പോൾ മനുഷ്യന്റെ മുമ്പിൽ നിനക്കൊരു ബഹുമാനവും ആദരവും ദൈവ കൃപയായി തരും. എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. 2 കരങ്ങളെ തമ്പുരാൻ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് മനുഷ്യന് മുമ്പിൽ വിധേയപ്പെട്ട് ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇന്ന് നിനക്ക് മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, നിനക്ക് ആരെയും അംഗീകരിക്കാൻ പറ്റുന്നില്ല, നിനക്ക് ആരെയും ഒരു സ്നേഹത്തോടെ കരുണയോടെ വീക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ട ദൈവഭയം കുറഞ്ഞു എന്ന് ചിന്തിക്കണം. അങ്ങനെയെങ്കിൽ കർത്താവിനോടുള്ള ഭയം നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് നിക്ഷേപിക്കും. കർത്താവിനുള്ള ഭക്തി അവിടെ നിന്ന് നിക്ഷേപിക്കും. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ കർത്താവ്, ആരാധന, 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 ആരാധന. ഹല ഹല. ഓ കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിച്ചെടുക്കുന്ന ഓരോ ദാസന്മാരുടെ മേൽ ദൈവഭയം നിറയട്ടെ കർത്താവേ. ദൈവഭയം നിറയട്ടെ കർത്താവേ. ദൈവഭയം നിറയട്ടെ കർത്താവേ. മനുഷ്യരോടുള്ള മാനിക്യം നിറയട്ടെ കർത്താവേ. ദൈവഭയത്തിൽ നിന്ന് ആദരവുണ്ടാകട്ടെ. ദൈവഭയത്തിൽ നിന്ന് വിധേയത്വം ഉണ്ടാകട്ടെ. ദൈവഭയത്തിൽ നിന്ന് എളിമയുണ്ടാകട്ടെ. ദൈവഭയത്തിൽ നിന്ന് അനുസരണം ഉണ്ടാകട്ടെ. ദൈവഭയത്തിൽ നിന്ന് കൂട്ടായ്മ ഉണ്ടാകട്ടെ. ആരാധന, 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 ആരാധന. യേശു ആരാധന, യേശു ആരാധന, യേശു ആരാധന, യേശു ആരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ഭയപ്പെടുക, മനുഷ്യർക്ക് വിധേയനാവുക. Come, Lord Jesus.
അൾത്താരയിൽ എഴുന്നള്ളിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ മുൻപിൽ ഭയത്തോടെയും വിറയലോടെയും വ്യാപരിക്കാം. ദൈവഭയം കർത്താവ് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. അന്തിമതി നാളിൽ ഏത് ദൈവത്തിന് മുൻപിലാണോ ന്യായവിധിക്ക് വേണ്ടി നമ്മൾ നിൽക്കേണ്ടത്, അതേ ദൈവത്തിന് മുമ്പിൽ ഇന്ന് നമ്മൾ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, എളിമയോടെ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, മനുഷ്യനോടുള്ള ബഹുമാനത്തിൽ വിധേയത്വത്തിലും എളിമയിലും ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ജീവിതത്തിൽ ദൈവഭയമില്ലാതെ ദേവാലയത്തിലും കർത്താവെ ദൈവിക കാര്യങ്ങളിൽ വ്യാപരിച്ച ഓരോ സംഭവങ്ങളോട് ഞാൻ അനുദപിക്കുകയാണ്. ദൈവമേ, ദൈവഭയത്തിൻ്റെ കുറവുമല്ല, മനുഷ്യ മുമ്പിൽ വിധേയത്വമില്ലാതെ, അനുസരണമില്ലാതെ, ലാളിത്യമില്ലാതെ, കൂട്ടായ്മയില്ലാതെ ജീവിച്ച ഓരോ കാലഘട്ടങ്ങളും ഓർത്ത് അനുദപിക്കുക. ദൈവമേ, ഇപ്പോൾ അവിടുന്ന് ഞങ്ങളെ ആശീർവദിക്കണമേ. കർത്താവെ, ഞങ്ങളെ കിടന്നതിൻ്റെ ദൈവഭയത്തിൻ്റെ വിരുദ്ധമായ എല്ലാ പ്രവണതകളെയും അവിടുന്ന് വേരോടെ പിഴുതു മാറ്റണമേ. ഓ കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ, ഞങ്ങളെ ആശീർവദിക്കണേ കർത്താവെ, ഞങ്ങളെ ആശീർവദിക്കണേ കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് അന്ധകാരപ്പേടുകൾ വിട്ടുപോകുന്നവരോട് ശരീരത്തിൻ്റെ രോഗങ്ങളും എല്ലാവിധ തടസ്സങ്ങളും ബന്ധനങ്ങളും അഴിയാൻ ഇടവരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. രണ്ട് കരങ്ങളെ കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒരുമിച്ച് ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും വംശങ്ങളെയും ഇപ്പോൾ ആശീർവദിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. താൻ പോരിമ, ഭാവം, അഹങ്കാരം, വിധേയത്വമില്ലായ്മ, ധിക്കാരം, അനുസരണക്കേട്, താന്തോന്നിത്വം, വഷള സ്വഭാവം, മൂട്ട സ്വഭാവം, എതിർപ്പ്, വൈരാഗ്യ പ്രകൃതി, എല്ലാ വിധത്തിലുള്ള മനുഷ്യരുമായി ബന്ധപ്പെടുന്ന മേഖലകളിൽ എല്ലാ പൈശാചിക പീഡകളും ഇപ്പോൾ ജീവിതങ്ങൾ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, എല്ലാ വിധത്തിലുള്ള ദൈവഭയത്തെ തടസ്സപ്പെടുന്ന ആധിപത്യങ്ങൾ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക നിസ്സാരമകളെ വിട്ടുപോട്ടെ. ഓ കർത്താവ്, ദൈവഭയം നിറയട്ടെ കർത്താവ്, മനുഷ്യരുടെ വിധേയത്വം നിറയട്ടെ, സ്നേഹ അനുസരണ വിശുദ്ധി കൂട്ടായ്മ നിറയട്ടെ കർത്താവ്. ഓ ദൈവമേ, ഇതുമൂലം ഉണ്ടായിരിക്കുന്ന എല്ലാത്തരം രോഗങ്ങളും തടസ്സങ്ങളും ബന്ധനങ്ങളും ആധിപത്യം കുടുംബം വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന, ആരാധന.